ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മളെ ഹൈസോൻ്റെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് പോയോണ്ടിരിക്കുകയാണ്. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഉമ്മ ഇപ്പം സ്കൂളിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസു പിന്നെ വണ്ടിമ്മ കയറി അപ്പോൾ ഉറങ്ങും. പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് കുറച്ചൊരു ക്ഷീണമുള്ള ടൈം പിന്നെ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവന് ഫസ്റ്റ് ഉപ്പാനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അപ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. മമ്മ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ മമ്മ എവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ കണ്ടിട്ടില്ല. ഉമ്മാനൊക്കെ കണ്ടു. പിന്നെ അവൻ നമ്മൾ സ്കൂൾക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ അതിന് വലിച്ചു കൊണ്ടുപോവാണ്. ഉമ്മയോട് അക്വേറിയം ഉണ്ട്, അതിൽ ഫിഷ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൈ വലിച്ച് കൊണ്ടുപോവാണ്. ഞാൻ അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന്. പിന്നെ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പോൾ ഇതാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പ്രിൻസിപ്പൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ആദ്യം ഓടിച്ചെല്ലുന്നത് സ്വന്തം പേരൻസിന്റെ അടുത്തോടായിരിക്കില്ല. അതവരുടെ ഗ്രാഷവും അവരുമായിട്ട് പങ്കിട്ടതിന് ശേഷം നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോട് കയ്യടി നൽകി. ഗ്രാൻഡ് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം നല്ല ദിനങ്ങൾ ഇനിയും മുന്നോട്ടുണ്ടാകട്ടെ. നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഗ്രാൻഡ് പാരന്റ് ഓഫ് ഐഷ മെറ്റൽ ഗ്രേഡ് 2 ബ്ലൂ സഫയർ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. Ladies and gentlemen, please put your hands together. പ്രായത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ ക്യാമ്പസിന്റെ സ്നേഹോപഹാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മിസ്റ്റർ മൊയ്തു സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഒരു കൈയ്യടി കൊടുക്കുക. Dear parents, please put your hands together. Thank you. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. എല്ലാവരും വരണം, എല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുക. ആദ്യം നമുക്കൊരു 6 പേരാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും നല്ല 10-17 വയസ്സുള്ള ആളുകളാണ്. ഇപ്പോൾ അവർ വിന്നറായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ മോനുട്ടി എന്ന ആളാണ് ഫസ്റ്റ് റൗണ്ട്. ഒരു ക്ലാപ്പ് കൊടുക്കല്ല, ഒരു ക്ലാപ്പ്. പിന്നെ ഇതാ നെക്സ്റ്റ് ഗെയിമിൽ നമ്മൾ ഇപ്പം മോനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ മാം അവർ കൊണ്ടുപോവാണ് അങ്ങോട്ട്. അപ്പോൾ അതായിരുന്നു ജസ്റ്റ് ഇവർ ബോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ മക്കൾ ബാസ്ക്കറ്റ് വെച്ചിട്ട് ക്യാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ
ആ റൗണ്ടിൽ എല്ലാവരും വിന്നറായിട്ടുണ്ട്. പിന്നെ അതാ പാട്ടൊക്കെ പാടലും എല്ലാം ഉണ്ടായിരുന്നു. ഒരു നാളിൽ ചെറുപ്പത്തിന് ശ്രീധരവിട്ടമകനെ യൂസഫിനടിയെ പതി വലുതായി പാല് പിടിച്ചു കിതച്ചു നിന്നല്ലോ. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പാടത്തോട്ടം കാലത്തും വൈകിട്ടും പൂമ്പാളത്തെ നുണ്ണാൻ ആ വാഴത്തോട്ടത്തിൽ നീയും പോരും തേൻവയമ്പും നാമിൽ തൂകും വാനം പാടി നീലം സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി വിളങ്ങിടുന്നേ. അവരൊരു ആവേശമാണ്. ചെറുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഉണ്ടാവാം. അതിപ്പോൾ നമ്മൾ കൊടുത്ത ഒരു അവസരമാണ്. അതിനെ ആദ്യമായിട്ട് മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ അവരിവിടെ എത്തിച്ച എല്ലാ പേരൻസിനെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇവിടെ വന്ന എല്ലാ ഗ്രാൻഡ് പേരൻസിനും നമ്മുടെ ക്യാമ്പ് ഒരു സ്നേഹോപഹാരം നൽകാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാ അതോറിറ്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡയറക്ടർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, കോർഡിനേറ്റർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ വന്നിരുന്ന എല്ലാ ഗ്രാൻഡ് പേരൻസിനും നമ്മുടെ ക്യാമ്പ് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാൻ പോവുകയാണ്. വിളിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ വന്നിട്ട് അത് ഏറ്റുവാങ്ങാം. First we have Umar Patanathil, grandparent of Hezza Amar, Mond 1 Woodpecker. Grandparent-ine momento കൈമാറുന്നതിന് വേണ്ടി Hezza Amar, Mond 1 Woodpecker. Jenna Amal, grade 1 Hezone. ഈ രണ്ട് കുട്ടികളെയും വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. നെക്സ്റ്റ് പ്രത്യേക Ali and Fatima, grandparent of Muhammad Ayan KV, Mount 2 Nightingale. Emina. ഇത്രയും ഗ്രാൻഡ് പാരൻസ് റെഡിയായി നിൽക്കേണ്ടതാണ്. നെക്സ്റ്റ് വി ഹാവ് റസിയ, grandparent of Aisha Aira, Mount 2 Ostrich, Muhammad Arham, grade 1 Diamond, Mariam Mahin Yunus, Mount 1 Albatross. Please come on to the stage. പിന്നെ അതാ അവിടുന്ന് സ്നാക്സും ടീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ ട്രോഫി. പിന്നെ നമ്മൾ ചെറുക്കിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ആളം വഴി പോകാമെന്നുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് ഇൻസ്റ്റയിൽ തന്നെ ആളം പാലം ആണ് ഫുള്ള് കാണിക്കുന്നത്. നമ്മൾ ചെറുക്കിന്ന് തിരിച്ച് നേരെ അതിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ അറിയാത്ത വഴികളൊക്കെ കാണുമ്പോൾ ഹൈസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത്, ദാദാ എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെന്നും അറിയില്ല. ബൈക്കമ്മ കയറിയ തൊട്ട് പറയണം പട്ടാമ്പി പോവാന്ന്. എവിടുന്ന പട്ടാമ്പി കിട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളവിടെ വന്നപ്പം മക്കളവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് അവിടെ നിർത്തി. എവിടെടാ അടി ഉരുടാ അടി അതര കെട്ടിട്ട് അത് അതര തിരിച്ചിട് അണ്ടാ അവിടെ തുറക്കാൻ കണ്ടില്ലേ? ആ തെറ്റിങ്ങളതല്ലേ അല്ല തിരുത്തി അറിയുന്നില്ല. അവിടെ അതൊക്കെ കയ്യൻ്റെ കെട്ടായിട്ട്
ഒന്നുകൂടി തിരിച്ച് അതന്നെ കയറിൻ്റെ അവിടെ കുത്തി അപ്പോൾ ഇതാ നമ്മൾ ആളത്തെത്തിയിട്ടുണ്ട്. ഈവനിങ്ങിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നിരിക്കാനും ഒക്കെ നല്ല പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റാക്കൊക്കെ ചെയ്യാം. നമ്മൾ പിന്നെ ഇറങ്ങുമൊന്നും ചെയ്തില്ല, നേരം വൈകിയോണ്ട് തന്നെ. പിന്നെ ഇതാ ഞങ്ങൾ ഒത്താണിക്ക് എത്തിയപ്പോഴാണ് ചായക്ക് എന്തെങ്കിലും കടി വാങ്ങിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയപ്പനുള്ളൂ വീട്ടിൽ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് നേരെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.